ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് നല്ല സന്തോഷത്തിലാണ്. നമ്മളെ വീഡിയോ തുടങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷമായി. ഏപ്രിൽ 30 ഇന്നേക്ക് 1 വർഷമാണ്. ഏപ്രിൽ 30 നമ്മൾ തുടങ്ങിയിനി. നമുക്ക് നല്ല സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. 6 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയിനി. 2600 ചില്ലറ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല വ്യൂസും ഉണ്ട്. അങ്ങോട്ട് പറഞ്ഞ പോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 30-നാണ് നമ്മൾ ഈ ചാനൽ പരിപാടി തുടങ്ങിയത്. ഇന്നേക്ക് 1 വർഷം തികയാണ്. അതിൽ സന്തോഷം നല്ലോണം ഉണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് നമ്മുടെ ചാനലിനെ സംബന്ധിച്ചുള്ളത്. ഇവര് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏപ്രിൽ 30-ന് തുടങ്ങിയത്, കഴിഞ്ഞ വർഷം ഏപ്രിൽ 30-ന് തുടങ്ങിയ ചാനലായത്. ഇപ്പോൾ ഈ വർഷം ഏപ്രിൽ 30-ആയി. 1 വർഷം തികഞ്ഞതിൻ്റെ നല്ല സന്തോഷമുണ്ട്. ഫസ്റ്റ് തന്നെ ഈ ചാനൽ നമ്മളെങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ, എൻ്റെ അച്ചാച്ചൻ്റെ ഫോണിൽ ഞാനും എൻ്റെ ഏട്ടനും കൂടിയിട്ട് ഒരു ചാനൽ തുടങ്ങിയിരുന്നു. അപ്പം നമ്മൾ അതിൽ ഡിലീറ്റ് ആക്കി ഈ കുറ്റിയാട്ടൂർ വന്ന്. അപ്പം ഞാൻ കുഞ്ഞമ്മേനോട് പറഞ്ഞു, കുഞ്ഞമ്മ നമ്മളിങ്ങനെ ചാനൽ തുടങ്ങി എല്ലാം ഡിലീറ്റ് ആക്കി. അപ്പോൾ കുഞ്ഞമ്മ എപ്പോൾ ചോദിക്കുന്ന പോലെ തന്നെ സ്വാഭാവികമായിട്ട് എന്താ അതിനും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്കൊന്ന് തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞ് തുടങ്ങാൻ ഇനി എന്തെല്ലാം വേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞാൻ കുറച്ചും കൂടി പഠിച്ചിട്ടാകുമ്പോൾ കുഞ്ഞമ്മേനോട് വന്ന് പറഞ്ഞുതരാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ തുടങ്ങിയതാണ്. ഇപ്പം നോക്കുമ്പോൾ നമ്മൾ 2600 എത്രയോ സബ്സ്ക്രൈബേഴ്സായി. അതിൻ്റെ നല്ല സന്തോഷമുണ്ട്. നമ്മൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒന്നും അറിയില്ലേനു. അപ്പോൾ ഇവിടെ അടുത്തുള്ള ചാനൽ തുടങ്ങിയവര് നമുക്ക് എല്ലാ സഹായവും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അനൂപാട്ടനും ഇവിടുത്തെ അനൂപ്, പിന്നെ 10 മൈൽ ഷീജു, ശാരദച്ചിന്റെ അനിയത്തിന്റെ മോൻ ഷീജു, അവരെല്ലാവരും നമ്മളെ നല്ല രീതിക്ക് സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നമുക്ക് നല്ല സന്തോഷമുണ്ട്. ഇനിയിപ്പം പൈസ കിട്ടേണ്ട കാര്യത്തിലാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. ഇനി എപ്പോൾ കിട്ടും എന്നുള്ള ചിന്തയിലാണ്. എന്നാലും സാരല്ല, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും നിങ്ങളെ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം പലരുടെയും സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും അത് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവാത്സല്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുകയാണ്. 6 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയതിൽ തന്നെ നമുക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇത്രയായാലും അതിലും നല്ലോണം സന്തോഷമുണ്ട്. നമ്മളെ ഇടയിൽ തന്നെ കുറേ അസൂയുള്ളവരെല്ലാം ഉണ്ട്. വേറെ പണിയൊന്നും ഇല്ലായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നെല്ലാം പറയുന്നവരെല്ലാം ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഇനി അങ്ങ് ഇഷ്ടപ്പെട്ട് പോകുന്നു മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചില്ല നമ്മൾ ഇങ്ങനെയൊന്നും ആവുന്നു, ഇങ്ങനെ ഒരു അറിയപ്പെടുന്നെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്, അന്നേരം എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എപ്പോൾ ഞാൻ ഒരു നിമിഷം ഇല്ലാണ്ട് ഞാൻ ചിന്തിക്കലുണ്ട് ഇങ്ങനെയെല്ലാം കാണുമ്പോൾ.